ഹായ് ഹലോ. അപ്പം ഇന്ന് അനുപ്രിയ മാലയിടാൻ പോവാ കേട്ടോ. 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി. വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു അയ്യപ്പൻ്റെ അമ്പലമാണ് കുറ്റിയിൽ. അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്നാണ് മാലയിടുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു. 5:30 ആയപ്പോഴാണ് ഗുരുസ്വാമി എത്തിയത്. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് വെച്ചിട്ടോ. പിന്നെ ഗുരുസ്വാമി വന്നിട്ടും കാര്യമില്ല, പൂജാരി എത്തിയിട്ടില്ലായിരുന്നു. പൂജാരി മരിച്ചതുകൊണ്ട് മോനാണ് കേട്ടോ പൂജയൊക്കെ ചെയ്യൽ. മോനെ എണീക്കാൻ നേരം വൈകിയിട്ട് കുറച്ച് നേരം വൈകിയാൽ വന്ന് 5 മണിക്ക് വരാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഗണപതി ഹോമം കൂടി ചെയ്യാണ്ടായിരുന്നു. വീട്ടിൽ പുറത്തേക്ക് ഉണ്ടാക്കിയൊരു അടുപ്പുണ്ടല്ലോ, അതിൻ്റെ പാല് കാച്ചലും കൂടി എന്നിട്ടൊന്ന് മാലയൊക്കെ പൂജിച്ച് കൊണ്ടുവന്ന് ശരണം വിളിക്കുക കേട്ടോ. പിന്നെ മാല ഇടാനായി പൂജയൊക്കെ കഴിഞ്ഞ് കൊണ്ടു തന്ന്. ആദ്യം അച്ഛനാണ് കേട്ടോ ഇടുന്നത്. അച്ഛൻ ശരണം വിളിച്ച് അച്ഛനിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അനുപ്രിയ. ആദ്യം ഡ്രസ്സൊക്കെ മാറ്റാൻ പറഞ്ഞു കേട്ടോ. ഡ്രസ്സൊക്കെ കറുപ്പ് ഡ്രസ്സിട്ട് അതിന് ശേഷമാണ് പിന്നെ മാല ഇടുന്നത്. അനുപ്രിയ അതേപോലെ തന്നെ ശരണം വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാലയിട്ട്. അങ്ങനെ അനുപ്രിയ മാലയിട്ട് മാളികപ്പുറമായി. പിന്നെ ഒരു അമ്മായി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മായി മാലയിട്ട് അമ്പലത്തിലിരിക്കുകയാണ്. പിന്നെ ഗണപതി ഹോമം കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അനുപ്രിയക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞ് വിശക്കുണ്ട് പറഞ്ഞ്. അതിൽ ഞാനും അനുപ്രിയ അമ്മായിയും കൂടി പോകുന്നു കേട്ടോ. അമ്മായിക്ക് പിന്നെ തൊഴിലുറപ്പിന് പോകും വേണം. പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു. പോരുന്ന വഴിക്കുന്നൊരു മിഠായി വാങ്ങിയെന്നോള്. വാങ്ങണ്ട പറഞ്ഞിട്ട് മിഠായി വാങ്ങി. അത് നിന്നിങ്ങനെ പോരുകയാണ്. ഇതവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ശരി, ബാക്കി വിശേഷം പിന്നെ പറയാം.